ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു വിട്ടോപ്പിയ. റോന്ത് എന്ന് പറയുന്ന മൂവിയെ പറ്റി സംസാരിക്കാനാണ് എത്തിയിരിക്കുന്നത്. ഞാനൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു വീഡിയോയുമായിട്ട് എത്തുന്നത്. തുടർന്ന് അങ്ങോട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാമെന്ന ഒരു പ്രതീക്ഷയിലാണ്. നിങ്ങളുടെ സപ്പോർട്ടും ഒപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഷാഹി കബീർ. ഇലവീഴ പൂഞ്ചർക്ക് ശേഷം ചെയ്യുന്ന ചിത്രമാണ് റോന്ത്. അത് തരുന്ന ഒരു അഷുറൻസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ എഴുത്ത് നമുക്കറിയാം, ഇതുവരെ എഴുതിയിട്ടുള്ള ഏറെക്കുറെ എല്ലാം തന്നെയും പോലീസ് കഥകൾ തന്നെയാണ്. ഇത് മറ്റൊരു പോലീസ് കഥകളാണ്. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രത്തിന്റെ ആവിഷ്കരണവും അല്ലെങ്കിൽ കഥാപാത്രത്തിന്റെ ഒരു പോക്കും അതിന്റെ ഒരു സ്വഭാവവും രൂപീകരണവും എല്ലാം തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നതാണ്. ഗംഭീരമായ കഥ പറച്ചിൽ, ഗംഭീരമായ സംഭാഷണങ്ങൾ ഒക്കെയാണ് റോന്തിന്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. റോന്ത് സിനിമയിലേക്ക് വരുമ്പോൾ രണ്ട് ഉദ്യോഗസ്ഥരാണ്. ഒരാൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്പെക്ടർ, നമ്മുടെ ഇൻസ്പെക്ടർ യോഹന്നാൻ, ദിലീഷ് പോത്തനെ അവതരിപ്പിക്കുന്ന കഥാപാത്രം. പുള്ളിക്ക് ഒരു 10-25 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ നേരെ മറിച്ച് കൂടെ ഉള്ളത് ഡ്രൈവറായിട്ട് എത്തുന്നത് നമ്മുടെ റോഷൻ മാത്യു അവതരിപ്പിക്കുന്ന ദിന്നാഥ് എന്ന് പറയുന്ന കഥാപാത്രം. എനിക്ക് തോന്നുന്നു പോലീസ് ഫോഴ്സിൽ കയറിയിട്ട് 5-6 മാസം മാത്രമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ദിന്നാഥ്. അതിൻ്റെതായ പരിചയക്കുറവും കാര്യങ്ങളും ഒക്കെ എടുത്തുചാട്ടവും ഒക്കെ ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ. ദിന്നാഥിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് സത്യത്തിൽ നമ്മൾ ഇൻസ്പെക്ടർ യോഹന്നാനെ പലപ്പോഴും നോക്കിക്കാണുന്നത്. ദിന്നാഥ് എന്ന് പറയുമ്പോൾ നേരെ വാ നേരെ പോ എന്നുള്ള ഒരു ആംഗിളിൽ സത്യസന്ധമായിട്ട് ജോലി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കി കാണുമ്പോഴത്തേക്ക് ഇൻസ്പെക്ടർ യോഹന്നാൻ എന്ന് പറയുന്ന ആള് സത്യത്തിൽ ഇങ്ങനെ പയ്യെ പയ്യെ അയാളുടെ ഓരോ ഷെയ്ഡ്സ് മാറി മാറി വരുന്നതായിട്ടാണ് നമുക്ക് സിനിമ പുരോഗമിക്കും തോറും മനസ്സിലാകുന്നത്. തെറ്റ് ശരി അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് വേഴ്സസ് ഇൻഎക്സ്പീരിയൻസ്ഡ്, നന്മ തിന്മ എന്നീ പറയുന്ന കാര്യങ്ങളുടെയൊക്കെ വല്ലാത്തൊരു സംഘർഷങ്ങൾ, കുറെ കോൺഫ്ലിക്ട്സ് ഈ പറയുന്ന രണ്ട് ക്യാരക്ടറുകളുടെയും ആ ഒരു വീക്ഷണത്തിൽ വരുന്നുണ്ട്. പിന്നീട് നമ്മൾക്ക് മനസ്സിലാവും, അതായത് ഇൻസ്പെക്ടർ യോഹന്നാൻ എന്ന് പറയുന്ന കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ 10-25 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ സത്യത്തിൽ സിസ്റ്റത്താൽ എങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രായോഗിക ബുദ്ധിയോടുകൂടി കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് സിസ്റ്റത്തിനനുസരിച്ച് അഡാപ്റ്റീവ് ആകുന്ന ഒരാളാണ് ഇൻസ്പെക്ടർ യോഹന്നാൻ. തെറ്റിനെയും ശരിയെയും നമ്മൾ നിർവചിക്കുന്നിടത്ത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. പിന്നീട് നമ്മൾ മനസ്സിലാക്കും, സിനിമ പറയുന്നത് പോലെ തന്നെ ചിലപ്പോൾ ചിലരുടെയൊക്കെ ആവശ്യം പോലെയാണ് സത്യങ്ങളൊക്കെ മാറുന്നത് എന്ന്. അതായത് നമ്മൾ കേൾക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന സത്യങ്ങൾ ചിലപ്പോൾ ചില മനുഷ്യർ തീരുമാനിച്ചെടുത്ത് അങ്ങനെ ഉണ്ടാക്കി വിട്ട കള്ളങ്ങളായിരിക്കും നമ്മളുടെ സത്യങ്ങളെന്ന് പറയുന്നത്. അങ്ങനെയും സംഭവിക്കാം എന്ന് സിനിമ കാണിച്ചു തരുന്നുണ്ട്. പേഴ്സണൽ ലൈഫിൽ ഒരാൾക്ക് ഒരു ട്രോമ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, അത് എങ്ങനെ ഈ പറയുന്ന അയാളുടെ ഈ വ്യക്തി ജീവിതത്തിൽ നിന്ന് മാറി അയാളുടെ ഔദ്യോഗിക ജീവിതത്തിലേക്ക് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻസ് അതെങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ ഉണ്ട്. അതൊക്കെ അയാളുടെ കൃത്യനിർവഹണത്തിൽ അയാളുടെ ചില രീതികളെയും അയാളുടെ ഇമോഷൻസിനെയും ഒക്കെ അത് പല രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സന്ദർഭങ്ങൾ, കേസുകൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർ, ഇതൊക്കെയാണ് സിനിമ കാണിക്കുന്നത്. ഈ പറയുന്ന ഓരോ സംഭവങ്ങളിൽ കൂടെയും ഈ കഥാപാത്രങ്ങളെ നമ്മൾ കൂടുതൽ അടുത്തറിയുകയാണ്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് തന്നെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, ഇത്രയും കാമ്പുള്ള രീതിയിൽ ഡയലോഗുകൾ എഴുതിയിട്ടുള്ള ഒരു സിനിമ പോലും ഈ അടുത്ത കാലത്ത് റോന്തിന്റെ അത്രയും ഉണ്ടായിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ്. ഈ സിനിമയുടെ ഒരു കോർ എലമെന്റ് എന്ന് പറയുന്നത് ഈ രണ്ട് ഉദ്യോഗസ്ഥർ. ഇവരെ സ്റ്റാർട്ട് ചെയ്യുന്ന അറിയാം, ഈ ഒരു എക്സ്പീരിയൻസ്ഡ് വേഴ്സസ് ഇൻഎക്സ്പീരിയൻസ്ഡ് എന്നുള്ള രീതിയിൽ ഈ രണ്ട് ഉദ്യോഗസ്ഥരുടെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇംഗ്ലീഷിലെ ട്രെയിനിങ് ഡേ എന്ന് പറയുന്ന ഒരു ചിത്രം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഡെൻസൽ വാഷിംഗ്ടൺ അഭിനയിച്ച്, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഓസ്കാർ അവാർഡ് പോലും കിട്ടിയ ചിത്രമാണ് ട്രെയിനിങ് ഡേ എന്ന് തോന്നുന്നു. ആ ഒരു ചിത്രത്തെ എവിടെയൊക്കെയോ ഓർമ്മ വന്നു. വിദൂരമായ ഒരു സാദൃശ്യം ഇതിൻ്റെ ഒരു കോർ എലമെന്റിൽ ഉണ്ടെന്നും എനിക്ക് തോന്നുന്നു. കാരണം ഇതെന്ന് പറയുന്നത് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള, നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ തന്നെയാണ് പോലീസ്, ഇങ്ങനെ തന്നെയാണ് യഥാർത്ഥ പോലീസ്. ഇതൊരു സിനിമാറ്റിക് പോലീസ് അല്ല, അല്ലെങ്കിൽ സിനിമാറ്റിക് ഗിമിക്സുകൾ ഒന്നും ചേർക്കാതെ തന്നെ വളരെ ജെനുവിനായിട്ട്, വളരെ റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിക്കുന്ന ഒരു ചിത്രവും കഥാപാത്രങ്ങളുമാണ് റോന്തിനകത്ത് കടന്നു വരുന്നത്. ദിന്നാഥ് എന്ന് പറയുന്ന കഥാപാത്രത്തെ റോഷൻ മാത്യു അവതരിപ്പിച്ചിരിക്കുന്നത് അതിന് വേണ്ട ഒരു മീറ്റർ ഉണ്ട്. അതായത് ഇയാളൊരു തുടക്കക്കാരനാണ്, ഇയാൾക്ക് ചില എടുത്തുചാട്ടങ്ങളുണ്ട്. എന്നാൽ ഈ ഓഫീസറുടെ മുൻപിൽ ഞാൻ ഒട്ടും മോശക്കാരനല്ല എന്ന് പ്രൂവ് ചെയ്യാൻ ഒരു വ്യഗ്രതയും കൂടെ അയാൾക്കുണ്ട്. അതുകൂടാതെ അയാൾക്കും ഒരു ഇന്നർ ട്രോമയുണ്ട്. ഇതെല്ലാം ഈ റോഷൻ മാത്യു എന്ന് പറയുന്ന ആൾ അതത്ര കണ്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട്, ആപ്റ്റായിട്ട് തന്നെയാണ് ഇതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പെർഫോമൻസിനെക്കാട്ടിലൊക്കെ മുകളിലേക്ക് പോയതും ഒരുപക്ഷെ ഇതിൻ്റെ എഴുത്തിലും എല്ലാം തന്നെ വേറൊരു തലത്തിലേക്ക് പോയത് ദിലീഷ് പോത്തൻ അവതരിപ്പിച്ച ക്യാരക്ടർ തന്നെയാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആക്ടിങ് കരിയറിലെ തന്നെ ഏറ്റവും മികച്ച റോളുകളിലും ഏറ്റവും മികച്ച പ്രകടനങ്ങളിലും ഒന്ന് തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം ഇതിനകത്തിലെ ഇൻസ്പെക്ടർ യോഹന്നാൻ. ഇത്രയും ഷെയ്ഡ്സ് ഉള്ള ഒരു ക്യാരക്ടർ എഴുത്തിലൂടെ ആ കഥാപാത്രത്തെ ഏതൊരു ലെവലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു
ദിലീഷ് പോത്തൻ ആ കഥാപാത്രത്തെ ആവിഷ്കരിക്കുന്നതിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ആക്ടിങ്ങിലൂടെയും ആ ഒരു കഥാപാത്രത്തെ വേറൊരു ലെവലിലേക്ക് എലിവേറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന് തോന്നി. റോന്ത് എന്ന് പറയുന്ന സിനിമയുടെ ഒരു വലിയ പ്രത്യേകതയായിട്ട് അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനം എന്നുപോലെ തോന്നിയത്, അത് സമൂഹത്തിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ സിസ്റ്റത്തിൽ നിലനിൽക്കുന്ന ചില വ്യവസ്ഥകൾക്കൊപ്പം അതിനെ പ്രായോഗികതയെ മാത്രം കാണുന്നു എന്നുള്ളതാണ്. അതായത് ഇതിനകത്തിലെ കഥാപാത്രങ്ങളൊന്നുമല്ല വില്ലനോ നായകനോ ആകുന്നത്. ശരിക്കും ഇതിലെ നായകനും വില്ലനും എല്ലാം സിസ്റ്റം ആണ്, ഇവിടുത്തെ ഒരു സമൂഹത്തിലെ ചില വ്യവസ്ഥിതികളാണ്. അപ്പം ഈ വ്യവസ്ഥിതികൾക്കൊപ്പം നമ്മളുടെ ഓരോ അധികാരത്തിലിരിക്കുന്ന വലിയ ഉത്തരവാദിത്തമുള്ള സ്ഥാനങ്ങളിലിരിക്കുന്നവരുടെ അധികാര ദുർവിനിയോഗത്തോടു കൂടി പോലീസ് കള്ളനും പോലീസിനാൽ കള്ളനും കള്ളൻ ചിലപ്പോൾ പോലീസിനാൽ തന്നെ സത്യവാനും ഒക്കെ ആയി മാറുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടേത്. പവർ എന്ന് പറയുന്നത് ആരെങ്ങനെ ഉപയോഗിക്കുന്നു, ആ ഉപയോഗിക്കുന്നവർ തീരുമാനിക്കുന്നതൊക്കെയാണ് സത്യവും കള്ളവും എന്നുള്ളതൊക്കെയാണ് ഇതിനകത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നത്. ഷാഹി കബീറിൻ്റെ സിനിമകളിൽ നമുക്കൊരിക്കലും നായകൻ അല്ലെങ്കിൽ നായിക ഇവരാരും ഒരു ഹാപ്പി എൻഡിങ്ങിൽ പോകുന്നതായിട്ട് കാണത്തില്ല. കാരണം പുള്ളിയുടെ സിനിമകളിൽ എപ്പോഴും എഴുത്ത് കുറച്ചുകൂടെ മേളിലേക്ക് പോകുന്നത് എനിക്ക് തോന്നുന്നു പച്ചയായ ഒരു യാഥാർത്ഥ്യമുണ്ട്. അതായത് സിനിമയിൽ നടക്കുന്നതല്ല ജീവിതത്തിൽ എന്ന് നമ്മൾ പറയാറുണ്ട്. എന്ന് പറയുന്ന പോലെ തന്നെ ജീവിതത്തിൽ എന്താണോ നടക്കുന്നത് അതാണ് അദ്ദേഹത്തിന്റെ സിനിമയിൽ കാണിച്ചു തരുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഇതിനകത്തിൽ ഒരു ബിറ്റർ എൻഡിങ് എന്നൊക്കെ പറയുന്ന ഈ സിനിമയുടെ തുടക്കം തന്നെയാണ് ഈ സിനിമയുടെ അവസാനവും കാണിക്കുന്ന സീൻ. ആ സിനിമ ഒരു പക്ഷേ സിനിമ കുറച്ച് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും ഇത് എങ്ങോട്ടാണ് പോകുന്നത്, ഇതിന്റെ ക്ലൈമാക്സ് എന്താണ് എന്നൊക്കെ. എന്നിരുന്നാൽ പോലും ഇതിൻ്റെ ഒരു അവതരണം, ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ്, ഇതിൻ്റെ ഒരു ക്യാരക്ടർ ഡീറ്റെയിലിംഗ്, ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു കഥ പറച്ചിൽ, ഇതെല്ലാമാണ് ഈ റോന്ത് എന്ന് പറയുന്ന സിനിമയെ വല്ലാത്ത ഒരു സിനിമയായിട്ട്, വളരെ നല്ലൊരു സിനിമയായിട്ട് ആക്കി തീർക്കുന്നത്. നിസ്സംശയം പറയാം, റോന്ത് നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു ഷാഹി കബീർ പോലീസ് സ്റ്റോറി തന്നെയാണ്. താങ്ക് യു.